ഇറ്റലിയിൽ നിന്നുള്ള പാർലമെന്ററി സംഘം ഇന്ത്യയിൽ കഴിയുന്ന നാവികരെ സന്ദർശിച്ച് തിരിച്ചു ചെന്ന ഉടൻ തന്നെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി എൻറിക്കോ ലെറ്റ സംഘവുമായി ചർച്ച നടത്തുകയും വിഷയം അന്താരാഷ്ട്ര തലത്തിൽ ഇറ്റലിയുടെ കൂട്ടാളികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് പ്രസ്താവിക്കുകയും ചെയ്തിരുന്നു. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ജോസ് മാനുവൽ ബരോസയുമായി എൻറിക്കോ ലെറ്റ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. തുടർന്ന് ജോസ് മാനുവൽ ബരോസ പറഞ്ഞത് ഏതു സാഹചര്യത്തിലായാലും നാവികർക്ക് വധശിക്ഷ നൽകുന്നതിനെ യൂറോപ്യൻ യൂണിയൻ എതിർക്കുമെന്നാണ്. കേസിൽ എന്ത് തീരുമാനമുണ്ടായാലും അത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ബന്ധത്തെ ബാധിക്കുമെന്നതിനാൽ ശ്രദ്ധാപൂർവം തീരുമാനമെടുക്കണമെന്നും ബരോസ പറഞ്ഞു. ഇതിനെല്ലാം ശേഷമാണ് ഇന്ത്യക്കെതിരെ മനുഷ്യാവകാശ ലംഘനത്തിന്റെ പരാതി ഉന്നയിച്ച് ഇറ്റാലിയൻ പ്രസിഡന്റ് ജോർജ് നെപ്പോളിറ്റാനോ രംഗത്ത് വന്നിരിക്കുന്നത്. വൈരുദ്ധ്യം നിറഞ്ഞ സംഭ്രമജനകമായ രീതിയിലാണ് ഇന്ത്യ കേസ് കൈകാര്യം ചെയ്യുന്നതെന്ന് ജോർജ് നെപ്പോളിറ്റാനോ പറഞ്ഞു. നാവികരെ എത്രയും വേഗം തിരിച്ചയക്കാനാണ് ഇന്ത്യ ശ്രമിക്കേണ്ടതെന്നും അല്ലാത്തപക്ഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളാവുമെന്നും ഇറ്റാലിയൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അന്താരാഷ്ട്ര സമ്മർദ്ദവും നയതന്ത്ര സമ്മർദ്ദവും വർദ്ധിപ്പിച്ചും നിലപാട് കടുപ്പിച്ചും നാവികരെ തിരിച്ച് ഇറ്റലിയിൽ എത്തിക്കാനുള്ള ശ്രമമാണ് ഇറ്റലി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മീഡിയ 1, ഡൽഹി.